എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സജയനെ പിടിച്ചു വലിച്ചോണ്ട് മഹേഷിനും പുറത്തേക്ക് ഇറങ്ങണം. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട്, ദേ ഞാൻ പറയുന്നൊന്ന് കേൾക്കുക, നീ കൂടുതലൊന്നും പറയണ്ട, ഇങ്ങോട്ട് വരാനാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ട് അങ്ങ് തള്ളുവാണ്. ഈ സമയം ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പവിത്രയുടെ കയ്യെ പിടിച്ചിട്ട് മോഹിനി ഇങ്ങോട്ട് കയറി വാടിയെന്ന് പറയണം. അങ്ങനെ പവിത്രൻ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നത്? അതെ, നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഇപ്പം മനസ്സിലായി. ആ കൈനോട്ടക്കാരൻ വന്ന് പറഞ്ഞ എന്താന്ന് എനിക്ക് എന്താളും മനസ്സിലായെന്ന് പറയാ. ഇത് കേട്ടതും പവിത്ര ഒന്ന് ഞെട്ടി. കൈനോട്ടക്കാരനോ? അപ്പൊ സജയൻ ചേട്ടനെ ഇവരെല്ലാം കൈനോട്ടക്കാരനായിട്ടാ കണ്ടിരിക്കുന്നത്. ഓ, രക്ഷപ്പെട്ടു, ഭാഗ്യം. അയാൾ വന്ന് പറഞ്ഞെന്താന്നറിയോ, നിനക്കൊരു രണ്ടാം വിവാഹത്തിന് യോഗം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാ നീ രണ്ടാമത്തെ കല്യാണം കഴിച്ചു പോകൂല്ലേ. നിന്നെ ഒരു നിമിഷം പോലും ഇനി ഇവിടെ ഞാൻ നിർത്തത്തില്ല. ഈ സമയത്ത് ഇറങ്ങിക്കോണമെന്ന് പറയണം. ഇത് കിടന്ന് പവിത്ര അമ്മേ, നീ കൂടുതലൊന്നും പറയണ്ട. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങണം. നിന്നെപ്പോലുള്ള ഒരുത്തിനെയൊന്നും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ട് ലക്ഷ്മിയമ്മ വന്നു. ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ മോഹിനി, നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാം. അല്ല ലക്ഷ്മി അടുത്ത് കേട്ടതല്ലേ അയാള് ഇവളോട് പറയുന്നതൊക്കെ. ഇവളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇവളെ കാണുന്നതിന് മുമ്പ് തന്നെ ഇവളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അടുത്തും കേട്ടതല്ലേ. എന്നിട്ട് ഇനി ഇവളെ ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. എന്റെ മോഹിനി, അയാൾ എന്തേലുമൊക്കെ വന്ന് പൊട്ടത്തരം പറഞ്ഞു നിർത്തോണ്ട് അയാൾ ഒരു ഭ്രാന്തനാന്ന് തോന്നുന്നത്. അയാൾ വന്ന് എന്തേലും പറഞ്ഞു നിർത്തോണ്ട് നമ്മുടെ പവിത്രമോൾ അങ്ങനെയാണോ? ഒരിക്കലും അല്ല. ദേ, വെറുതെ ആണെങ്കിൽ പോലും ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അറിയാലോ, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ എന്തിനാ എന്റെ ലക്ഷ്മിയടുത്ത് ഇവളൊക്കെ പഠിച്ച കള്ളിയാന്ന് പറയണം. എന്നാലും ഇത്രയും കാലം നമ്മുടെ കൂടെ കഴിഞ്ഞിട്ട് ഇതേ എന്തിനാ മോഹിനി നീ ഇങ്ങനെ ചീത്ത പറയുന്നേ? ഇതേ മോളെ പവിത്ര, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അതെ, മോഹനിക്ക് ആ സമയത്തുണ്ടായൊരു വെപ്രാളത്തി മോഹൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. നീ ഇത് മനസ്സിലാക്കി ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യണ്ട. മോൾ ഇന്ന് ഓർത്ത് സങ്കടപ്പെടാതെ മോള് പൊയ്ക്കോളാൻ പറയണം. ഇതും പറഞ്ഞ് പവിത്രനെ ആശ്വസിപ്പിച്ചിട്ട് ലക്ഷ്മി നേരെ അങ്ങോട്ട് വരുമ്പത്തേനുമാണ് ഗിരിജ അവിടെ പമ്മി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഗിരിജയുടെ കയ്യിൽ ഒരു പപ്പായ ഉണ്ടായിരുന്നു. ലക്ഷ്മി പെട്ടെന്ന് ഒന്ന് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജയായിട്ട് അങ്ങോട്ട് കൂട്ടിയിടിക്കുവാണ്. കാരണം ഗിരിജ അവിടെ ഒന്ന് പമ്മി ഇരിക്കുന്ന ലക്ഷ്മിയും പ്രതീക്ഷിച്ച കാര്യമല്ലോ. പെട്ടെന്ന് ഗിരിജയുടെ കയ്യിൽ നിന്ന് ആ പപ്പായ വെക്കാൻ അങ്ങോട്ട് താഴെ പോയി. ലക്ഷ്മി ചോദിച്ചു, ഓഹോ, അപ്പൊ അവിടെ എന്താ നടക്കണം എന്നറിയാൻ വേണ്ടി ഇവിടെ പമ്മി നിൽക്കുവായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല, അവിടുത്തെ വഴക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കും. അവിടെ വഴക്കുകളും കാര്യങ്ങളും കഴിഞ്ഞില്ലെങ്കിൽ എന്താ ഗിരിജ എന്താ പരിഹരിക്കാൻ വരുമോന്ന് ചോദിക്കുകയാണ്. ഗിരിജയ്ക്ക് ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗിരിജയോട് ചോദിച്ചു, ഓഹോ, അപ്പൊ നീ ഇവിടെ വന്ന് പമ്മി നിന്ന വെറുതെ അല്ലേന്ന് ചോദിക്കണം. എന്തേലും വഴക്കുണ്ടോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ ഞാൻ ഈ പപ്പായ പറിച്ചോണ്ട് മുറിയിലേക്ക് പോകാനായിട്ട് അങ്ങ് തുടങ്ങുമായിരുന്നു പറയും. ആ സമയത്താണ്. എന്താ ആ സമയത്ത്? വെറുതെ കള്ളത്തരം പറയല്ലേ. ഇവിടെ വന്ന് കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴേക്കും മോഹിനി അങ്ങോട്ട് വന്നു. എന്താ എന്താ ലക്ഷ്മി അടുത്ത് കാര്യം ചോദിക്കണം. ഇവളുണ്ടല്ലോ, നമ്മൾ എന്താ പറയണമെന്നറിയാൻ വേണ്ടി ചെവി കൂർപ്പിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അതോടൊപ്പം ഗിരിജ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈ പപ്പായ ആയിട്ട് മുറിയിലേക്ക് കൊണ്ടാൻ തുടങ്ങുമായിരുന്നു. ആ സമയത്ത് പപ്പായ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. പെട്ടെന്ന് എന്നെ പപ്പായ എടുക്കാനായിട്ട് ഇവിടെ നിന്നാന്ന് പറയണം. അതെ അതെ, അതിനെ അത് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ നമ്മളെ രണ്ടും കൂടെ വന്ന് കൂട്ടിയിടിച്ചു കഴിഞ്ഞപ്പോഴല്ല ആ പപ്പായ താഴെ വീണേ. വെറുതെ എന്തിനാ എന്നോട് കള്ളത്തരം പറയുന്നേര് ഗിരിജെ. എനിക്കറിയാം, ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലുതാക്കാൻ വേണ്ടി നീ ശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ. ദേ, ഇനി ഒരു നിമിഷം പോലും നിന്നോട് കൺമുന്നിൽ പോലും കണ്ടേക്കല്ല, കടന്നു പോയിക്കോണെന്ന് പറയണം. ഗിരിജ പറഞ്ഞു, അയ്യോ ലക്ഷ്മി അടുത്തി, ഞാൻ അത്രക്കാരിയൊന്നും അല്ല കേട്ടോ എന്ന് പറയണം. എത്രക്കാരിയാണെങ്കിലും കുഴപ്പമില്ല, ഒരു കുടുംബമാകുമ്പം അല്ലറ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ കാണും. അത് അവരങ്ങോട്ട് പറഞ്ഞു തീർത്തോളും. അതിനകത്തേക്ക് നീ എത്തി നോക്കാൻ വരണ്ട. പിന്നീട് എത്തി നോക്കി അത് ഊതി വീർപ്പിച്ച് വലുതാക്കാൻ ശ്രമിക്കുകയും വേണ്ട. നീ വന്ന കാലം മുതൽ നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായതാന്ന് പറയണം. ഗിരിജ പറഞ്ഞു, ഓ, ഇപ്പൊ അതാണോ കുറ്റമായത്? ഇവിടെ പവിത്രയ്ക്ക് വേറെ അവിഹിത ബന്ധം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ഇത് കേട്ടോ മോഹിനിയുടെ മുഖം അങ്ങോട്ട് മാറി. ഓ, അതൊക്കെ എന്നിട്ട് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുമല്ലേന്ന് ചോദിക്കാണ്. ലക്ഷ്മി പറഞ്ഞു, നീ എന്തൊക്കെ ഗിരിജ പറയണേന്ന് ചോദിക്കാം. കൂടുതലൊന്നും പറയണ്ട, ഞാൻ എല്ലാം കേട്ടായിരുന്നു പറയണം. കൊള്ളാം, നല്ല കുടുംബം, അവിഹിത ബന്ധം മാത്രമുള്ള ഈ കുടുംബത്തിൽ നിന്ന് പറയണം. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പത്തിന് മോഹിനിക്കാണ് വല്ലാത്ത സങ്കടമായി. ലക്ഷ്മി പറഞ്ഞു, നീ ഇതൊന്നും കാര്യമാക്കണ്ടെന്റെ മോഹിനി, അവളുടെ സ്വഭാവം ഇതൊക്കെ അറിയാലോ. അവളിങ്ങനെ പല കോപ്രായങ്ങളും കാണിച്ചെന്നിരിക്കും. നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയണം. പിന്നീട് പപ്പായ ഒക്കെ ആയിട്ട് നേരെ ചെല്ലുന്ന പിങ്കിയുടെ മുറിയിലേക്കാണ്. പിങ്കി വെച്ച്, ആഹാ, ഇതെന്താ പപ്പായ കൊള്ളാലെന്ന് പറയണം. ഇത് എവിടുന്നാ കിട്ടിയത്? ഇത് തൊടിയിന്ന് കിട്ടിയതാ. അല്ല, മോൾക്ക് എന്താ വിശക്കുന്നുണ്ടോന്ന് ചോദിക്കും. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടോന്നോ? ആ സമയത്താണ് ഇവിടുന്ന് എന്തോ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആട്ടെ. അല്ല, എന്ത് പറ്റിയതാ? ഓ, അതോ, ആ പവിത്രയുടെ
കാമുകനെന്നോ ഏതോ ജാരനെന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു പറയണം. പവിത്രയുടെ ജാരനോ? അതെ, അങ്ങനെയൊക്കെ പറയണോ. എന്തൊക്കെയോ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പിങ്കി പറയണം. അല്ല പിങ്കി മോള് എന്താ പറ്റി? അല്ല എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പറയണം. ആണോ? എന്താ ഇപ്പൊ കഴിക്കാൻ തോന്നേ? നല്ലൊരു മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് പച്ചമാങ്ങയും അങ്ങനെ ഓരോ സാധനങ്ങൾ കഴിക്കാനായിട്ട് തോന്നും. പക്ഷെ എനിക്കിപ്പം മസാല ദോശ കഴിക്കാനൊക്കെ തോന്നുന്നെന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യാം, ഗൗതമനെ വിളിച്ചിട്ട് മസാല ദോശ മേടിച്ചുകൊണ്ട് ഞാൻ പറ. ആ കൊള്ളാം, നല്ല കഥയെ. ഈ സമയത്ത് ഡ്യൂട്ടിയിലായിരിക്കും ആള്. മസാല ദോശയുടെ കാര്യം വിളിച്ചു പറയേണ്ട താമസം. എപ്പ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയണം. അതെന്താ, നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കില്ല, അപ്പൊ നിനക്ക് കൊണ്ടേ തരില്ലേന്ന് ചോദിക്കാം. അതൊന്നും ഗൗതം ചെയ്യത്തില്ലെന്ന് പറയണം. അങ്ങനെയാണ് ഒരു വഴിയുണ്ട്, ഒരു പണി ഞാൻ പറയാം. നമുക്ക് ഈ ഓമക്കായം കൊണ്ട് ഒരു പണിയും കൂടെ കൊടുത്താലോ? എന്ത് പണി? അതൊക്കെ ഉണ്ട്. അയ്യോ, ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരിച്ചു പറഞ്ഞു, അത് ശരിയാ, ഗർഭിണികൾ കഴിച്ചിട്ടുണ്ടെങ്കിലേ ഇത് അബോർട്ടായി പോകുന്ന സാധനം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടുള്ള കാരണന്മാര്. ഇത് കേട്ടതും പിങ്കിയിലൊരു ഞെട്ടനുണ്ടായി. പിങ്കി പറഞ്ഞു, എന്നാ എനിക്കിത് വേണ്ടെന്ന് പറയണേ. മോളിത് കഴിക്കണ്ട, പക്ഷെ ഇത് വെച്ച് നമുക്കൊരു പ്രകടനം കൂടെ കാഴ്ചവെച്ചാലും നിൽക്കും. എന്ത്? അതൊക്കെ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് കുറച്ച് രഹസ്യങ്ങളൊക്കെ അങ്ങോട്ട് പറയണം. പിന്നീട് പറഞ്ഞു, ഗൗതമിനെ വിളിക്കാൻ പറയണം. പിങ്കി പിന്നീട് ഗൗതമിനെ വിളിക്കുക. ഗൗതം ചോദിച്ചു, എന്താ പിങ്കി, എന്താ കാര്യം എന്താ? ഗൗതം തിരക്കിലാണോ? ഞാൻ ഡ്യൂട്ടിയിലാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെ, അത്യാവശ്യമാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പറയണം. ആ അത്യാവശ്യമാ, എനിക്ക് ഇപ്പൊ ഒരു മസാല ദോശ കഴിക്കാൻ തോന്നുന്നു പറയണേ. മസാല ദോശയോ? പിങ്കി, നീ ഇങ്ങനത്തെ സില്ലി കാര്യങ്ങളൊന്നും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കില്ല, ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് അറിയാലോ. ഓഹോ, അപ്പൊ എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചോണ്ട് തരാൻ പറ്റില്ലല്ലേ? നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത്. അപ്പൊ എനിക്കൊരു മസാല ദോശ വാങ്ങിക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കണം. എന്താ പിങ്കി നീ ഇങ്ങനെയൊക്കെ? എന്റെ അവസ്ഥയും കൂടെ നീ എന്താണെന്ന് മനസ്സിലാക്കാത്തേന്ന് ചോദിക്കും. എന്നാ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പിങ്കി കോള് കട്ട് ചെയ്യണം. ഗ്രോത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്ത് പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗിരി ചിറ്റ, ഇതൊന്നും നടക്കത്തില്ലാന്ന്. ഗൗതം എനിക്കിത് വാങ്ങിച്ചോണ്ട് വരത്തില്ലെന്ന് പറയണം. അപ്പോഴേക്കും വീണ്ടും ഫോൺ ബില്ലടിച്ചു. നോക്കിയപ്പോ ഗൗതമ കോൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഗിരിജ പറഞ്ഞു, വേണ്ട വേണ്ട, കോള് കട്ട് ചെയ്ത് വിട്ടേരെ, എടുക്കണ്ടെന്ന് പറയണം. അങ്ങനെ കോൾ എടുത്തില്ല. ഗിരിജയുടെ ബുദ്ധി ചെറുതൊന്നുമല്ല, കാരണം കോൾ എടുക്കാതിരുന്ന് കഴിയുമ്പോഴത്തേനും ഗൗതം വരുമെന്ന് ഗിരിജയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ സമയത്ത് ആകെപ്പാട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കരഞ്ഞു വിരിച്ചോണ്ടിരിക്കുക പവിത്ര. അപ്പൊ പവിത്രയുടെ അടുത്തേക്ക് നന്ദ വരുവാണ്. നന്ദ വന്നിട്ടുണ്ട്, എന്തിനാ എന്തിനാ പവിത്ര നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നു ചോദിക്കുക. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാ എല്ലാരും കൂടെ കൂടി എന്നെ കുറ്റപ്പെടുത്തിന്ന് പറയാണ്. ആര് കുറ്റപ്പെടുത്തി? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയെന്ന് നന്ദ ചോദിക്കുകയാണ്. അല്ല നന്ദേച്ചല്ല അമ്മയൊക്കെ, അതൊന്നും കുഴപ്പമില്ല, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. എന്താണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു, നീ എന്താണ് ടെൻഷൻ അടിക്കുന്നേ? ഒരു ഭ്രാന്തം വന്ന് എന്തോ പറഞ്ഞു, അത്ര മാത്രം നീ കണക്കൂട്ടിയാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയണം. എന്നാലും ചേച്ചി എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. എന്തിനു സങ്കടം? നീ ഒരു സങ്കടപ്പെടുകയും വേണ്ടെന്ന് പറയണം. അപ്പോഴാണ് പവിത്രയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോ സജയനെന്ന് കണ്ടു. എന്താ ചെയ്യണ്ടേ? നന്ദയാണ് അടുത്തിരിക്കുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ പറഞ്ഞു, ചേച്ചി എനിക്കൊരു കോളെന്ന് പറയണം. പവിത്രയുടെ മുഖം മാറുന്ന കണ്ടപ്പോഴത്തേനും നന്ദ ചോദിച്ചു, എന്താ പവിത്ര, നിന്റെ മുഖം എന്താ മാറിയത്? താരെ വിളിക്കണേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പവിത്രയ്ക്ക് എന്തോ മറുപടി പറയാൻ നടത്തില്ല. പവിത്ര പറഞ്ഞു, അതെന്റെ ഫ്രണ്ടാ, നീ എടുത്ത് സംസാരിക്കേ. അല്ല അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്താ എന്താ കാര്യം ചോദിക്കുകയാണ്. നിന്റെ മുഖത്ത് എന്തോ വെപ്രാളം ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിൽക്കും. ഒരു പ്രശ്നവും അയാൾ വന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം. അതെ, ഞാൻ ഈ ഫോൺ എടുത്തുനിന്ന് അവളോടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണുമായിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. നന്ദയ്ക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല, നോർമലായിട്ടൊന്നും പോലെ തോന്നിയത്. കോടത്ത് കഴിഞ്ഞിട്ട് പവിത്ര ചോദിച്ചു, എന്താ സജിൻ ചേട്ടൻ എന്താ വിളിച്ചേന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ നീ എന്റെ പേരൊന്നും മറന്നു പോയിട്ടില്ലല്ലേ? അപ്പൊ ഞാൻ ഓർത്ത് ഞാനായിരിക്കുന്നു ബെസ്റ്റ് പെർഫോമർ. പക്ഷെ എന്നെക്കാളും വലിയ പെർഫോമൻസ് അല്ലേ നീ അവിടെ കാഴ്ചവെച്ചേ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം. അതെ സജിൻ ചേട്ടാ, വെറുതെ അനാവശ്യം പറഞ്ഞോണ്ട് വരല്ലേ, ഇപ്പൊ എന്താ വിളിച്ചേന്ന് ചോദിക്കുകയാണ്. എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോന്ന് ചോദിക്കുകയാണ്. എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ദേ ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പഴയ ആ പവിത്ര അല്ലെന്ന് പറയണം. അതെ അതെ, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഈ സജയൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചു തന്നെയാ, നീ അവിടെ അങ്ങനെ സൂചിച്ച് ജീവിക്കല്ലേന്ന് ചോദിക്കണം. ചേട്ടാ പ്ലീസ്, അറിയാലോ എന്തറിയാന്ന്, എനിക്ക് ഒന്നും അറിയത്തില്ല, ഒന്നും അറിയേണ്ടതുമില്ല. അതെ, ഈ സജയനെ പറ്റിക്കാൻ നീ ഒരിക്കലും കരുതണ്ട. എന്ത് ചെയ്യണം നീ സജയൻ അറിയാമെന്നും പറഞ്ഞിട്ട് കോളം കൂടെ കട്ട് ചെയ്യുകയാണ്. പവിത്ര ആകെപ്പാടെ പെട്ടുപോയി. വല്ലാത്തൊരവസ്ഥയായി പവിത്രയ്ക്ക്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഈ സമയം ഗൗതം പിങ്കിയുടെ മുറിയിലേക്ക് വരുവാണ്. അപ്പൊ കൈ മസാല ദോശ ഉണ്ട്. എന്നാ പിങ്കി മസാല ദോശ എന്ന് പറയണം. അപ്പൊ പിങ്കി എന്ത് ചെയ്യുവാണ്, ആ പപ്പായൊക്കെ ഇങ്ങനെ ചെത്തി കണ്ടിച്ച് ഇങ്ങനെ മുറിച്ചോണ്ട് ഇങ്ങനെ പ്ലേറ്റിനകത്ത് വെച്ചോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ഗിരിജ പറഞ്ഞു, എന്നാലും മസാലയൊക്കെ ദോശയൊക്കെ
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തിന്നാൻ തോന്നും. മസാല ദോശ മാത്രമല്ല വേറെ പല കാര്യങ്ങളും. കാരണം ഗർഭിണിയായിട്ട് ഇരിക്കുമല്ലേ, അപ്പൊ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. എന്നാലും പിങ്കിമോളെ ഈ ഡ്യൂട്ടിക്കിടയിൽ ദേ മോനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പാവത്തിന് ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലേറ്റെന്ന് പറയാണ്. പിങ്കി പറഞ്ഞു, അതെ മസാല ദോശ കൊണ്ടുവന്നില്ലേ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എങ്കില് ദേ എനിക്ക് മസാല ദോശ വാരി തരണമെന്ന് പറയണേ. വാരി തരാനോ? അതെ, അത് ഓരോ പീസ് മുക്കി മുക്കി എന്റെ വായിലേക്കും കൂടെ വെച്ച് തരണമെന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ ഗൗതം പറഞ്ഞു, അതൊന്നും പറ്റില്ല എന്ന് പറയണം. ഓ പറ്റില്ലേ? പറ്റില്ലേ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഗൗതം ഈ മസാല ദോശയായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഓമയ്ക്ക തിന്നാനായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു പറയണം. ഗൗതം മസാല ദോശ എനിക്ക് വായി വെച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഈ ഓമയ്ക്ക കൊണ്ട് ജ്യൂസ് അടിച്ചാൽ അത് കുടിച്ചോളാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒന്നും അറിയത്തില്ലെന്ന മട്ടി ഗിരി ചോദിച്ചു, ഓമയ്ക്ക ജ്യൂസോ? നീ എന്താ പിങ്കി മോളെ പറയണേ? ഇത് അപകടമൊന്നും എനിക്ക് അറിയത്തില്ലേന്ന് ചോദിക്കുക. ഗൗതം ഇങ്ങനെ കണ്ണുമായും പൊളിച്ച് നിൽക്കുവാണ് എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. അതെ, ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് അബോർട്ടായി വരെ പോകുന്നു പറയണം. ഗൗതം ഒന്ന് ഞെട്ടി. ഗൗതത്തിന് മനസ്സിലായി പിങ്കി മനഃപൂർവ്വം ചെയ്യുന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഗിരിജ പറഞ്ഞു, അതേ മോനെ അവളോട് ഒന്നും കഴിക്കില്ലെന്ന് പറയുന്നു പറയണം. ഇതേ പിങ്കി നീ അനാവശ്യം ഒന്നും കാണിക്കില്ലെന്ന് പറയണം. എന്നാ ഗൗതം എനിക്ക് വാരത്താം. അവസാനം ഗൗതത്തിന് വാരി കൊടുക്കാം അല്ലെങ്കിൽ തരാന്ന് പറയേണ്ടതായിട്ട് വന്നു. പിങ്കിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഈ സമയം ഗിരിജ പറഞ്ഞു, അല്ലേലും വാരി കൊടുത്തോണ്ട് എന്താ മോനെ കുഴപ്പമിരിക്കുന്നത്? അവിടെ നിമ്മണം വരെ വാങ്ങിച്ചോണ്ട് വന്നതല്ലേ, പോരാത്തിന് മോള് ഗർഭിണിയും കൂടെ അല്ലേ, അതുകൊണ്ട് മോൻ വാരി കൊടുക്കാൻ പറയാണ്. പിന്നീട് ഗിരിജ എന്ത് ചെയ്യാണ്, നേരെ അപ്പുറത്തേക്കില്ലോ. അപ്പോൾ നന്ദ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആഹാ, നന്ദമോള് നല്ല പണിയിലായിരുന്നല്ലോ. അത് പിന്നെ അടുക്കള ജോലികൾ അമ്മയെ സഹായിക്കാന്ന് വെച്ചു. അതെ, മോളിങ്ങനെ അടുക്കള ജോലി സഹായിച്ചിരുന്നാൽ മതിയോ? കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ കൂടുതൽ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതിനല്ലേ ഗിരിച്ചിട്ട് അവിടെ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജ പറഞ്ഞു, ഞാനോ? ഇപ്പൊ ഞാൻ മാത്രമല്ല അവിടെ ഗൗതമം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞെട്ടലുണ്ടാവുകയാണ് നന്ദയില്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.